ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കുട്ടിക്ക് നമ്മൾ മീഷോന്ന് ബുക്ക് ചെയ്തൊരു ടേബിളാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതാനൊക്കെ ഭയങ്കര പെരട്ടി വേദന. നമുക്ക് നമ്മളിങ്ങനെ താഴത്ത് ഇങ്ങനെ ഇതായി എഴുതുമ്പോൾ അപ്പോൾ എനിക്ക് ഇരുന്ന് എഴുതാനുള്ളത് നമുക്ക് ബെഡിലൊക്കെ വെച്ചിട്ട് ഓനക്ക് കഴിയുമ്പോൾ ഇരുന്നിട്ടൊക്കെ വേണമെങ്കിൽ എഴുതാനും പറ്റുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മൾ ഓപ്പണായി കൊടുക്കില്ല. അപ്പോൾ എന്നോട് ഡെയിലി ഓൻ പറയട്ടാ, നിങ്ങൾ എങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇൻ്റെ സാധനം കിട്ടിയിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഒരു വിളിച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാവില്ല എപ്പോഴും എന്നോട് പറയണതാണ്. അപ്പോൾ നമ്മളൊന്ന് പൊട്ടിച്ച് കാണിച്ചെടുക്കൽ വേണേ കൊടുക്കും. എന്ത് പിങ്കാണല്ലേ? പിങ്കാണല്ലേ ബുക്ക് ചെയ്തത്. ഇരുന്നേക്കാം. ശരി, മഞ്ഞ ബുക്ക് അവൻ്റെ സ്റ്റഡി ടേബിൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആശുപത്രി കിട്ടിയ പഠനം എഴുതിണ്ട് കേട്ടോ. നല്ല ഇഷ്ടമാണ് എനിക്കിത്. കുറേ ദിവസം എനിക്കൊന്ന് വാങ്ങിത്തരി അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ കുറേ സാഹചര്യം മോശമായപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് പോയതാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലായപ്പോൾ അപ്പോൾ എനിക്ക് ഒരിക്കൊന്നും വാങ്ങി കൊടുത്തില്ല. ആരാ വാങ്ങി തന്നേ? ഇത് 16 17 വാങ്ങിക്കണ്ടേ? ഇറൈസറിലെല്ലാം കുഴപ്പമില്ല. അവർക്ക് സന്തോഷമായ. അപ്പോൾ ഇഷ്ടമായി പറയും. ചാറ്റ് പഠിച്ചാ ഇഷ്ടമായി, സൂപ്പറായി പറയും. സൂപ്പർ കൈയെടുക്കേ കൊടുക്കേ. സൂപ്പർ പറയേ പോരൂടോ. പെൻസിൽ ഒന്നായി ചിത്രനോട് വെക്കണ്ട, ആക്ക് മാറ്റിയേക്ക്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊടുക്കാൻ നല്ല ഇഷ്ടമായില്ല. ലാസ്റ്റ് കൂടെ കുറേ ദിവസം ഇമ്മച്ചി എനിക്കൊന്ന് വാങ്ങിത്തരി എനിക്കിങ്ങനെ എഴുതുമ്പോൾ എൻ്റെ തൻ്റെ ബാക്ക് ഭാഗം എനിക്ക് പെരടിന്ന് മണ്ട പറയാനറിയില്ല. ബാക്ക് ഭാഗം ഭയങ്കര വേദന ഉണ്ട് എപ്പോഴും പറയട്ടാ. അപ്പോൾ എനിക്കിങ്ങനെ പാവം തോന്നും. അപ്പോൾ നമുക്ക് അപ്പോൾ സാഹചര്യം മോശേന്. ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലായപ്പോൾ അപ്പോൾ ഞാനെന്ത് ചെയ്ത് ഒരു സ്റ്റഡി ടേബിള് വാങ്ങി കൊടുത്തിട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു കൈത്തൊഴിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും കിട്ടണേ നമ്മളെ മക്കൾക്ക് നമുക്ക് തന്നെ വാങ്ങിക്കൊടുക്കാം. ഉപ്പാനൊന്ന് കാത്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. എൻ്റെ രാജിക്കുട്ട. അപ്പോൾ ആരാ വാങ്ങി തന്നത്? ഇമ്മച്ചി വാങ്ങി തന്നല്ലേ. ഇമ്മച്ചിനോട് ഇഷ്ടമുണ്ടാവും എനിക്ക്? ഇപ്പച്ചിനോട് ഇഷ്ടമുണ്ടാവൂലേ? ബാഗും ബുക്കും ഒന്നായിട്ട് പരത്തിയിട്ടുണ്ട് കിട്ടിയതിലേ. അപ്പോൾ ഋഷുവിന് വാങ്ങി കൊടുത്തു. അപ്പോൾ ഋഷു എന്ത് ചെയ്യുന്നത്, ഓൻ്റെ ഒരറ്റത്ത് ഓനും എഴുതുന്നുണ്ട്, ഒരറ്റത്ത് ഇവനും എഴുതുന്നുണ്ട് കേട്ടോ. രണ്ടാളും കൂടി നമുക്ക് മെയിൻ കാര്യം നമുക്ക് എഴുതാനാണ്. ഇതിനൊക്കെ ഭയങ്കര ആവശ്യം വരില്ലേ. പഠിച്ചോണ്ടി കളർ കൊടുത്തോണ്ടി പഠിച്ചോണ്ടി. ഫോൺ വേണോ? എന്തിനും എഴുതാനേ? ഫോണിൽ എന്ത് നോക്കിയതാണ് എനിക്ക്? റോക്കറ്റ് ഇടുന്ന സ്ഥലല്ലേ സ്പേസ് ഏജൻസി, അതിന്റെ അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ, കാനഡ, റഷ്യ, ചൈന, ജപ്പാൻ, അതിന്റെ സ്പേസ് ഏജൻസി ചെയ്താണ്ട് അറിയില്ല. അമേരിക്കൻ്റെ ഇന്ത്യൻ്റെ അറിയാം. ഇന്ത്യൻ്റെ അറിയണല്ലോ. എഴുതിക്കോ. അത് രണ്ടെണ്ണം എഴുതി. ചൈനൻ്റെ ചെയ്താണ്ട്. അപ്പോൾ ഫോൺ വേണല്ലേ? തരാം. ലാസിക്കുട്ടാ വലിയ അക്ഷരാട്ടാ. 10 വരെ 10 വരെ നല്ല ഇതല്ല 30 വരെ അല്ല കുറച്ച്. ഇത് നല്ല ഇഷ്ടാട്ടാ. ഇത് ഒറ്റയ്ക്ക് സ്വയം എഴുതിയതാട്ടാ. അപ്പോൾ